60 കൊല്ലക്കാലം ഞാൻ നിരന്തരം ട്രേഡ് യൂണിയൻ പ്രവർത്തനം സമരമായിരുന്നു. പാർട്ടിക്കാരോട് പറഞ്ഞു ഞാൻ ഇലക്ഷനൊന്നും താല്പര്യമില്ല, ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് ശക്തമായി നിലപാട്. കേരളം മുഴുവൻ നടന്ന് തൊഴിലാളികളെ സംഘടിപ്പിക്കുക. എൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്ന രക്തം പുരണ്ട കൈയാണ് ഇയാളുടെ കയ്യിലിരിക്കുക. ഇയാളൊരു കാപാലികനാണ്, കൊലയാളിയാണ്, എൻ്റെ സഹപാഠിയാണ്, എൻ്റെ സുഹൃത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാൾ. പക്ഷേ ഇയാളെ കയ്യിരിപ്പ് ഇതാണ്. അങ്ങനെ പ്രിൻസിപ്പൾ ഇടപെട്ട് VR പിള്ള സാർ ഇടപെട്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഒരു കോളേജിലും സെഷണൽ മാർക്ക് സമ്പ്രദായം ഇല്ല. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. ഈ കേരളത്തിലെ കോളേജിൽ സെഷണൽ മാർക്ക് അവസാനിപ്പിച്ച ഞാൻ ഒരുപാട് പുറകോട്ട് സഞ്ചരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് എന്നും ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. ഞാൻ SME സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു കാലമാണ് 50, 52, 55, 57 എന്നീ വർഷങ്ങളിലെല്ലാം. 57-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. സ്കൂളിൽ നിന്ന് ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ഒട്ടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ചുവന്ന കൊടിയും അതിൻ്റെ മുകളിൽ ഒരു വലിയ കോളാമ്പി പോലെ സാധനം വെച്ച് അതിൽ കൂടി ആളുകൾ എന്തൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഒരുപാട് നേരം ഞാൻ കേട്ടപ്പോൾ ഒരാൾ വന്ന് എന്നെ ചോദിച്ചു, മുകളിലോട്ട് വരണമെന്ന് ചോദിച്ചു. ഞാൻ തയ്യാറായ മുകളിൽ പോവാണ്. അപ്പോൾ അവർ എൻ്റെ മുമ്പിൽ ഇന്നത്തെ പേര് പറഞ്ഞൊരു മൈക്ക് തന്നു, ഇതിൽ സംസാരിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് മാത്രം പറയാൻ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു. അത് വലിയ ഒരു സംഭവമായിരുന്നു. കാരണം ആ ആളുകളെ കേട്ടപ്പോൾ ഒരു പുതിയ വോയിസാണ്, വളരെ ചെറിയ കുട്ടിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ പോയതും മൈക്ക് കൂടെ സംസാരിച്ചതും തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഏത് തിരഞ്ഞെടുപ്പ്, എന്ത് തിരഞ്ഞെടുപ്പെന്ന് എനിക്ക് അന്ന് അറിയില്ല. പാർട്ടി ഏത് പാർട്ടിയെന്നും അറിയില്ല. ചുവന്ന കൊടി അറിയാം. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓഫീസായിരുന്നു. അവിടുത്തെ ഒരു വലിയ മുതലാളിയുടെ ബിൽഡിംഗ് ആയിരുന്നു അത്. ആ ബിൽഡിംഗ് അയാൾ ഇതിന് കൊടുത്തു. അങ്ങനെ പിന്നീട് ഞാനിത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ക്രൗഡിനോടും ആൾക്കൂട്ടത്തോടും ഈ മൈക്ക് വഴി എൻ്റെ ശബ്ദം വെളിയിൽ വരുന്നതുമൊക്കെ എനിക്ക് ഒരു വലിയ ഡ്രീമായി, ഒരു സ്വപ്നം പോലെ ആയി. അങ്ങനെ ഞാൻ അതിൻ്റെ അവസരങ്ങളെല്ലാം നോക്കി നടക്കുകയാണ്. എവിടെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യുക. ഞാൻ സ്കൂളിൽ SME സ്കൂളിലാണ്, ശ്രീമൂലം വിലാസ സ്കൂളാണ്, ഓവർബ്രിഡ്ജിൻ്റെ അവിടെയുള്ള. അവിടെ ഞാൻ SLCക്ക് പഠിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് സ്കൂൾ പാർലമെൻ്ററി സമ്പ്രദായം കൊണ്ടുവന്നത് ജോസഫ് മുണ്ടശ്ശേരിയാന്ന് വിദ്യാഭ്യാസ മന്ത്രി 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഞാൻ അവിടെ 58-ലാണ് SSLCക്ക് പഠിക്കാനാണ്. ആ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു. മത്സരം ഓരോ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് അടങ്ങുന്ന അവർ വന്ന് വോട്ട് ചെയ്യും. ഒരാളുടെ പ്രൈം മിനിസ്റ്ററായിട്ടും ഒരാളുടെ സ്പീക്കറായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കും. അതിൻ്റെ ബാക്കി വിശദാംശമൊന്നും എനിക്ക് അന്ന് വലിയ പിടിയൊന്നുമില്ല. എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് കമുകറ നാരായണക്കുറുപ്പ് സാറാണ്. എൻ്റെ അന്നത്തെ കമുകറ പുരുഷോത്തമൻ്റെ ബ്രദറാണ്. പിന്നീടാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ നോമിനേഷനെല്ലാം കൊടുക്കുകയും അദ്ദേഹം തന്നെ കൊണ്ട് നടക്കുകയും അങ്ങനെ എല്ലാ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സ് എനിക്ക് വോട്ട് ചെയ്യുന്നത്. എനിക്കെതിരായിട്ട് ഒരാളുണ്ടായിരുന്നു, അയാൾ തോറ്റു, ഞാൻ ജയിച്ചു. ഞാൻ സ്കൂൾ പാർലമെൻറ്റ് 57-ലെ ഗവൺമെൻറ്റിൻ്റെ ആ പരീക്ഷണത്തിൽ കേരളത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഞാൻ. പിന്നീട് ആരും വന്നിട്ടില്ല. അപ്പോൾ ഈ സ്കൂൾ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങളുടെ രാഷ്ട്രീയം വരുന്ന ഒരു സമയമാണ്, പതുക്കെ വരെയാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. അത് വേണമെന്നുള്ളത്, സ്കൂൾ പാർലമെൻ്ററി സിസ്റ്റം വേണം, തിരഞ്ഞെടുപ്പ് അറിയണം, കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അത് ആ കാലത്ത് മാറിയിരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം. ഞാൻ ഇലക്ഷനിൽ നിന്നു മത്സരിച്ചു, ജയിച്ചു. ഞാൻ അവിടെ നിന്ന് SLC കഴിഞ്ഞ് ഞാൻ പോയത്, അന്ന് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്തതാണ്,
പ്രീ ഡിഗ്രി അല്ല, പ്രീ യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിയുടെ അവസാനത്തെ ബാച്ചാണ്. ഞാൻ പഠിച്ചത് എം ജി കോളേജിലാണ്, പ്രീ യൂണിവേഴ്സിറ്റി. എം ജി കോളേജ് അന്ന് വിമോചന സമരത്തിൻ്റെ കേന്ദ്രമാണത്. എൻ എസ് എസ്സുകാരുടെ കോളേജാണല്ലോ അത്. അവരാണല്ലോ ഈ വിമോചന സമരത്തിൽ. അവിടെ ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിയുടെ അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു. അസോസിയേഷൻ്റെ സെക്രട്ടറിയായി. അന്ന് എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ആരാധന തോന്നിയ എം പി മന്മഥ സാറാണ് അന്ന് പ്രിൻസിപ്പാൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വലിയ മനുഷ്യനെ കണ്ടിട്ടില്ല. രൂപത്തിലും വലിയ ആളാണ്, പക്ഷേ അദ്ദേഹം ഭയങ്കര വിദ്യാർത്ഥികളോടെല്ലാം ഭയങ്കര സ്നേഹവും പാവപ്പെട്ടവരോട്, പ്രത്യേകിച്ച് എനിക്ക് അന്ന് സാമ്പത്തികമായി ഞാൻ ഒരുപാട് ഒരു ഗുരുതരമായ അവസ്ഥയിലാണ്. ചിലപ്പോൾ എൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അതെല്ലാം മന്മഥ സാർ അന്വേഷിച്ച് എന്നെ സഹായിക്കും, എനിക്ക് കൂടെ കാശും തരും. അങ്ങനെ വൈകാരികമായ ഒരു ബന്ധം അദ്ദേഹമായിട്ട് എനിക്കുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ചെയർമാനും ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ സെക്രട്ടറിയുമായിട്ട് അടിപൊളിയായിട്ട് വാർഷികമെല്ലാം നടത്തി. അപ്പോൾ അത് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി ജയിച്ചു. ഞാൻ 2 പേപ്പറാണെന്ന്, ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ 2 പേപ്പർ. ലോകത്തുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കണം, അതാണ് ഈ പ്രീ യൂണിവേഴ്സിറ്റി. എങ്ങനെയാണ് ഞാൻ കഷ്ടിച്ച് ജയിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തെ സ്വപ്നം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണം. യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ ഒരു ഭയങ്കര അതിരുകളില്ലാത്തൊരു സ്വപ്നമാണ് അവിടെ പഠിക്കണമെന്നുള്ളത്. അത് ഞാൻ അതിൻ്റെ നടവഴി പോകുമ്പോൾ ആ കോളേജ് കാണുമ്പോഴും അതിൻ്റെ കാമ്പൗണ്ട് കാണുമ്പോഴും അതിൻ്റെ മരങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേകതയെല്ലാം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് പഠിക്കണമല്ലോ എനിക്ക്. അപ്പോൾ ഞാൻ എലിജിബിലിറ്റി കിട്ടിയ എനിക്ക് പ്രീ ഡിഗ്രിക്ക് ചേരാൻ പിന്നെ 3 years ഡിഗ്രി കോഴ്സ്. പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടെ, ഗവൺമെൻറ് കോളേജാണല്ലോ. എല്ലാ 2-3 കോളേജിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കൊടുത്തു. എം ജി കോളേജ് കൊടുത്തു, മാർബനീസ് കൊടുത്തു, യൂണിവേഴ്സിറ്റി കോളേജിലും കൊടുത്തു. അപ്പോൾ മന്മഥ സാർ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, TC വാങ്ങാനായിരുന്നു പറഞ്ഞത്. ഇയാൾ എന്താ ചെയ്യാൻ പോണത്? ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ തന്നെ ഈ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ? സാർ ഞാൻ കിട്ടും സാർ. കിട്ടിയില്ലെങ്കിൽ അയാൾ ഇവിടെ വരണം, അയാൾ ഫീസൊന്നും തരണം. ഞാൻ കിട്ടിയില്ലേ വരാം. പക്ഷേ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ ലിറ്ററേച്ചറിന് ചേർന്നു, മലയാള ലിറ്ററേച്ചറിൽ ചേർന്നു. അത് ജിയോളജി ചേർന്നു. പിന്നെ അതിൽ നിന്ന് മാറി ഞാൻ ഹിസ്റ്ററി ചേർന്നു. അതിൽ നിന്ന് മാറി എനിക്ക് ONV കുറുപ്പ്, തിരുനെല്ലൂർ കരുണാകരൻ, ഇവരെല്ലാം ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അടുപ്പവും ക്ലാസ്സും ഒന്ന് അടുത്ത് ഇടപെടാനൊക്കെ കഴിയുന്നൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ ചേർന്നു. അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ 61 ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ ഇലക്ഷന് മത്സരിച്ചു. ഞാൻ അപ്പോഴും SF-ൻ്റെ വലിയ പ്രവർത്തകനാണ്. SFI എന്നില്ല, അന്ന് AISF ഉള്ളൂ. SF ഒറ്റ സംഘടനയാണ്. അപ്പോൾ ഞാനതിൽ മത്സരിച്ചു. ഞാൻ മത്സരിച്ചത് മാഗസിൻ എഡിറ്ററായിട്ടാണ്. എൻ്റെ കൂടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാക്കന്മാർ തോറ്റു. ഞാൻ മാത്രമായി സെലോൺ, ഞാൻ മാത്രം ജയിച്ചു. അപ്പോൾ ഒരു വലിയ ടേണിംഗ് പോയിൻ്റായിരുന്നു എനിക്ക്. ജയിച്ചപ്പോൾ എനിക്ക് കുട്ടികളുടെ, എൻ്റെ സഹപാഠികളുടെയൊക്കെ വലിയ ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്നെ ജയിപ്പിച്ചത് അവിടുത്തെ SF-ൻ്റെ പ്രവർത്തകർ മാത്രമല്ല, എന്നോടെന്തോ താല്പര്യം തോന്നുന്ന അവിടുത്തെ ഗേൾ സ്റ്റുഡൻസ്, അവരൊരു വലിയ ബാച്ചാണ്. അവർ ഇറങ്ങിയ അവസാനം എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്ത് തന്നെ ജയിപ്പിച്ചു. അവരിറങ്ങിയില്ല ഞാൻ ജയിക്കില്ല, കാരണം എൻ്റെ കൂടെ ഉള്ളതെല്ലാം തോറ്റു. അങ്ങനെ മാഗസിൻ എഡിറ്ററായി. യൂണിവേഴ്സിറ്റി കോളേജിലെ മാഗസിൻ എഡിറ്റർ എന്ന് പറയുന്നത് വലിയ റെക്കോർഡാണത്. എഡിറ്ററായി അവിടെ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് എൻ്റെ സമകാലികരായി അവിടെ ആയിരുന്ന ബിച്ചു തിരുമല, പത്മരാജൻ,
ഇപ്പോൾ അവന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അംബാസഡർ TP ശ്രീനിവാസൻ, ശ്രീനിവാസൻ. പിന്നെ നമ്മുടെ ബീഹാറിലെ ചീഫ് സെക്രട്ടറി ആയി ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇവിടെ താമസിക്കുന്ന ഗോപാലുള്ള സാറിൻ്റെ ഗോപാലുള്ള സാറിൻ്റെ മകൻ കൃഷ്ണൻ. പിന്നെ ആന്ധ്രയിലെ DGP ആയിരുന്ന മരിച്ചുപോയ ഹരിശങ്കർ എന്ന് പറയുന്ന ഇവിടെ പൂജപ്പുരയുള്ള ആൾ. ഇവർ വലിയ എലൈറ്റായിട്ടുള്ള ഒരു ഹൈ പ്രൊഫൈലുള്ള കുറേ ആളുകൾ എൻ്റെ കൂടെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പം ഞാൻ ഈ മാഗസിൻ എഡിറ്ററായപ്പോൾ എനിക്ക് അവരെല്ലാം അറിയാം, അവർക്ക് എന്നെ അറിയാം. അങ്ങനെ ഒരു ലീഡർഷിപ്പ് പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. എല്ലാ കാര്യങ്ങളും പിന്നെ പ്രിൻസിപ്പാളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും, ആലോചിക്കും. 2 അനുഭവങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന്, അന്ന് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന ഞങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സായ മാത്രം പോരാ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുകാർ, അതിൻ്റെ പ്രൊഫസറോ ആരാണോ ഒരു ഹെഡ്, അവരുടെ കയ്യിലൊരു 50 മാർക്കുണ്ട്, സെഷണൽ മാർക്ക് എന്ന് പറയും. ആ മാർക്കും കൂടി ഇട്ടാലേ ജയിക്കുന്നുണ്ട് നമ്മൾ എത്ര പരീക്ഷയാലും. സെഷണൽ മാർക്ക് ഇടുന്നത് ക്യാരക്ടർ നോക്കിയിട്ടാണ്. റെഗുലറാണോ, സമരത്തിന് പങ്കെടുക്കുമോ, തല്ലിപ്പൊളിയാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ സാർമാർ. എനിക്കതൊക്കെ നോക്കിയാൽ എനിക്കത് മാർക്ക് കിട്ടാൻ ഒരു വഴിയില്ല. ഞാൻ അപ്പോഴേ ചെറിയ സമരങ്ങളും ബഹളങ്ങളും ഒക്കെ തുടങ്ങിയ കോളേജിൽ. അപ്പോൾ കണിയാപുരം രാമേന്ദ്രൻ എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന ഒരു സമയമാണ്. കണിയാപുരം രാമേന്ദ്രൻ, വട്ടിയൂർക്കാവ് രാമേന്ദ്രൻ, അവർക്ക് വലിയ പ്രതിഭയുള്ളവരായിരുന്നു. അന്നേരം ഞാൻ ഒരു സമരത്തിന് അവിടെ പ്ലാനിട്ട്. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിങ്ങൾ ഇപ്പോൾ കണ്ട അറിയില്ല, അവിടെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ എൻട്രൻസിനോട് വലിയൊരു മുത്തശ്ശി മാവുണ്ടായിരുന്നു. വലിയ മാവ്. ആ മാവിൻ്റെ മൂട്ടിലാണ് ഞങ്ങളുടെ കമ്മിറ്റിയെല്ലാം കൂടുന്നത്. കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോൺക്രീറ്റ് മതിൽക്കെട്ടൊക്കെ ഉണ്ട്. അപ്പം മാവിൻ്റെ മൂട്ടിലെ പാർട്ടി എന്നാണ് ഞങ്ങളെ പറ്റി പറയുന്നത്. മാവിൻ്റെ വീട്ടിൽ പാർട്ടിക്കാർ ക്ലാസ്സിൽ കയറില്ല, സമരത്തെ പറ്റി ആലോചിക്കാനാണ് മാവിൻ്റെ വീട്ടിൽ കമ്മിറ്റി കൂടുന്നത്. മാവിൻ്റെ വീട്ടിൽ ഞങ്ങൾ 4-5 ഇരിക്കുന്ന കണ്ടാൽ മറ്റുള്ളവന്മാർ പറഞ്ഞല്ലോ, ഇന്നിവിടെ സമരം കാണും കേട്ടോ, അവന്മാരവിടെ ഇരിപ്പുണ്ട് മാവിൻ്റെ വീട്ടിൽ. ഞങ്ങൾ സമരം സംഘടിപ്പിക്കും. കാരണം ആ പോട്ടിക്കര നടയിൽ നിന്ന് ഞങ്ങളൊരു 5-6 പേര് മുദ്രാക്കി വിളിക്കും. അപ്പോൾ കാളയെ മുഴുവൻ കേൾക്കും. പിന്നെ ഞങ്ങൾ കയറി ബലം പ്രയോഗിച്ച് പിള്ളേരെയൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു സമരം, പല സമരങ്ങൾ നടന്നു. പോലീസ് അതിനകത്ത് കയറി ഞങ്ങളെല്ലാം ഓട്ടിച്ചു. അത് ആ സമരങ്ങളുടെ എൻ്റെ ജീവിതത്തിലെ സമരങ്ങളുടെ ഒരു ആരംഭം. എൻ്റെ ജീവിതം മുഴുവൻ സമരമാണ്. അതെൻ്റെ ഒരു ഹരീഷ് കുറിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലെ സമരമാണ്. ഈ സെഷൽ മാർക്കിനെതിരായിട്ട് ഞാൻ എല്ലാവരെയും കൂടി പറഞ്ഞ് പ്രേരിപ്പിച്ച് ഒരു ജാഥ അവിടെ നിന്ന് കോളേജ് നേരെ മാറി അപ്പുറത്തെ യൂണിവേഴ്സിറ്റി സെനറ്റിൻ്റെ നടയിലേക്ക് പോയി. ഞാൻ ആ സെനറ്റിൻ്റെ മതിൽക്കെട്ടിൻ്റെ മുകളിൽ കയറി നിന്ന് ഇവന്മാർ പറഞ്ഞ് പ്രസംഗിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ അന്ന് സംസാരിക്കുന്നവനാണ്, അന്ന് നന്നായിട്ട് സംസാരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊരു പ്രസംഗമെല്ലാം നടത്തി. പിള്ളേരെല്ലാം ആവേശഭരിതരായി പിരിഞ്ഞു പോയി. അവിടെ ശല്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എന്ത് പ്രസംഗിച്ചെന്നുള്ളത് എനിക്ക് പറഞ്ഞുകൂടാ. ഈ കേട്ട പിള്ളേർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായതില്ല. എന്തോ പ്രസംഗിച്ചു, എല്ലാവരും കൈയടിയും കൂക്കുകൂടിയതാണ്. ഞാൻ പിന്നീടാലും ഞാൻ എന്താ അവിടെ പ്രസംഗിച്ചത് എനിക്കൊരു പിടിയില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സമര പ്രഖ്യാപന പ്രസംഗം. അതുപോലെ തന്നെ നമ്മുടെ മാഗസീനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ദയനീയമായി പരാജയപ്പെട്ടു പോയി. പിന്നീട് പക്ഷേ അവർ സെഷൻ മാർക്ക് അവസാനിപ്പിച്ചു. അതുമായിട്ട് ആ സമരം അപ്പോൾ പരാജയപ്പെട്ടു, ഒരു ചർച്ചയൊന്നുമില്ല. പക്ഷേ അത് പോലീസ് റിപ്പോർട്ടൊക്കെ പോയി. അങ്ങനെ പ്രിൻസിപ്പൾ ഇടപെട്ട്, VR പിള്ള സാർ ഇടപെട്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഒരു കോളേജിലും സെഷൻ മാർക്ക് സമ്പ്രദായമില്ല. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. ഈ കേരളത്തിലെ കോളേജിൽ സെഷൻ മാർക്ക് അവസാനിപ്പിച്ച ഞാൻ. അപ്പോൾ ഈ കോളേജ് മാഗസിൻ ഇറങ്ങുമ്പോൾ വിദ്യാർത്ഥികളുടെ കഥ, കവിത, നോവൽ, നാടകം, ഇതെല്ലാം ലേഖനങ്ങളെല്ലാം അതിനകത്ത് വരും. അത് കുട്ടികൾക്കുള്ളതാണ്, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഞങ്ങളുടെ മാഗസിനാണ്. ഞാനാണ് ചീഫ് എഡിറ്റർ. പക്ഷേ അവിടുത്തെ നിയമം അനുസരിച്ച് ചീഫ് എഡിറ്റർ ഇരുന്നാലും ഏത് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ OMD സാറാണ്. അപ്പോൾ OMD സാറിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഒന്നും പബ്ലിഷ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഞങ്ങളിതെല്ലാം കളക്ട് ചെയ്ത്
സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് തരും. അത് പ്രിൻ്റ് ചെയ്ത് മനസ്സിലാവും. ആ കൂട്ടത്തിൽ പത്മരാജൻ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു കഥ, ചെറുകഥയാണ്. അപ്പോൾ ഈ പത്മരാജൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നവനല്ല, അവ ഒരു പിന്തിരിപ്പനാണ് എന്നാണ് ഞങ്ങളുടെ ഒരു അന്നത്തെ അഭിപ്രായം. ഒരു അവൻ്റെ വീട്ടിൽ വരുമില്ല, സമരങ്ങളിൽ പങ്കെടുക്കില്ല. കോളേജ് യൂണിയനാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാരുടെ യൂണിയനുണ്ട് അവിടെ, SA എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അസോസിയേഷൻ. അതിലാണ്, ഞങ്ങളുടെ SF-ലാണ്, അവർ SI-കാരാണ്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് SF ചേർന്ന് കൂടി തീരുമാനിച്ചു, ഈ വിരുദ്ധന്മാരുടെ ഒരു സൃഷ്ടിയും ഇതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അല്ലാതെ ആർട്ടിക്കിളിൻ്റെ മെരിറ്റല്ല, നമുക്കിട്ടില്ലാത്തവരൊന്നും അവരെ വലിയ കളയണതൊക്കെ. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഈ സെലക്ട് ചെയ്ത് വന്ന കൂട്ടത്തിൽ ONV സാറ് ഫസ്റ്റിൽ സെലക്ട് ചെയ്ത് പത്മരാജൻ്റെ കഥയാണ് പബ്ലിഷ് ചെയ്തത്. ഞാൻ കൂടിയിട്ട് നമ്മുടെ സാർപ്പത്തോടെ ONV സാറ് ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ ONV സാറിന് പോകാൻ പറയാം, കൈവാനായിരുന്നു. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മളാണ് ജയിച്ചത്, നമുക്കിഷ്ടമുള്ളത് ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മുടെ വല്ല കളയിൽ എക്സ്പെൽ ചെയ്യണമെങ്കിൽ അതൊന്നും ചെയ്യില്ലെങ്കിൽ നമുക്ക് സമരം ചെയ്യാം. സമരം ചെയ്യാൻ മുട്ടിയിരിക്കുക. ചുരുക്കത്തിൽ മാഗസിൻ ഇറങ്ങി, പത്മരാജൻ്റെ കഥ ഇല്ല അതിൽ. ഒരു കഥാകൃത്ത് കഥ എഴുതി കൊടുത്തിട്ടത് പബ്ലിഷ് ചെയ്യണത് വരുന്നത് കാത്തിരിക്കൊരു കുഞ്ഞ് ജനിക്കണതിൻ്റെ കുഞ്ഞിക്കാലികൾ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹത്തിൽ ഈ പത്മരാജൻ നടക്കുകയാണ്. അന്നേ അവൻ കാണാൻ വളരെ സുന്ദരനാണ്. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല. മാഗസിൻ ഇറങ്ങി, പത്മരാജൻ്റെ കഥയില്ല. അവൻ നേരെ ONV സാറിൻ്റെ അടുത്ത് പോയി പോരാത്. സാർ എന്നെ വിളിച്ച്, ശുദ്ധ തെമ്മാടിത്തരല്ലടോ നീയെ കാണിച്ചത്, നിങ്ങൾ ഏത് വിദ്യാർത്ഥി പ്രദേശം അസംബന്ധം, അതല്ലേ നിങ്ങളിവിടെ ഗുണം പിടിക്കാത്തത്. എന്താ ആ കഥ ഞാൻ വായിച്ച കഥയല്ലേ, ഇയാൾ കാണിച്ച് ഒട്ടും ശരിയല്ല ഇയാൾ, കേട്ടോ പോകാമെന്ന് പറഞ്ഞത്. അത്രയുള്ള പേര് സാറിന് ഒന്നും ചെയ്യാൻ പോകില്ല, എല്ലാം തീർന്നില്ലേ, ഇറങ്ങില്ല, മാഗസിൻ ഇറങ്ങില്ല. പക്ഷെ ആ കഥയുമായിട്ട് അവൻ പേട്ടയിൽ പോയി. K. ബാലകൃഷ്ണൻ്റെ കാണാൻ പോയി. ബാലകൃഷ്ണൻ കൗമുദി എന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ ഹരമാണ് കൗമുദി വീക്കിലി. K. ബാലകൃഷ്ണൻ്റെ ചോദ്യോത്തരമൊക്കെ ഉണ്ട് അതിൽ. അതാണ് വിമൻസ് കോളേജിലൊക്കെ പെൺപിള്ളേർ ഇത് കാണാതിരിക്കില്ല, ബാലകൃഷ്ണൻ്റെ കൗമുദി വായിക്കാൻ. ആ കൗമുദിയിൽ അതിഭയങ്കരമായ ടൈറ്റിലോടുകൂടി K. ബാലകൃഷ്ണൻ്റെ ഒരു അവതരണം, മുഖവര, കേരളത്തിൽ സർഗശക്തിയുള്ള ഒരു ചെറുകഥാകൃത്ത് ഇതാ ഇവിടെ ജനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഥയും കൊടുത്തു. ആ കഥ വന്ന് ആളിലൊക്കെ എന്നോട് ചോദിച്ചത് മോശമായിരുന്നല്ല. ഞാനല്ല, അത് ഞങ്ങളുടെ യൂണിറ്റുകാർ തീരുമാനിച്ചതാണ്. പക്ഷെ അതിലെനിക്കൊരു കുറ്റബോധം തോന്നി, എനിക്ക് വലിയ ദുഃഖം തോന്നി, എനിക്ക് പ്രയാസം തോന്നി. ഞാനങ്ങനെ ചെയ്ത് അന്നത്തെ ഒരു ഈ സാഹസികമായ ചെറുപ്പത്തിൻ്റെയും അമിതമായ വെറുപ്പിൻ്റെയൊക്കെ ഒരു കാലമാണല്ലോ അത്. അതാണല്ലോ ഈ യൗവനം എന്ന് പറയുന്നത്. സ്നേഹമാണെങ്കിൽ അങ്ങേറ്റം, വെറുപ്പാണെങ്കിൽ അങ്ങേയറ്റം. അതിൽ എനിക്ക് വന്നു പോയ ഒരു തെറ്റാണ് അത് എന്ന് ഞാൻ പശ്ചാത്തപിക്കും. കഥ അതല്ല. ഇവ കോളേജിൽ നിന്ന് ഇറങ്ങി പത്മരാജൻ അങ്ങ് ഭയങ്കര എഴുത്തായി. അവൻ ആകാശവാണിയിൽ ജോലി ചെയ്തതാണ്. വലിയ പ്രശസ്തം, വളരെ പെട്ടെന്ന് അവൻ ഒരുപാട് കഥകൾ കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതെല്ലാം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, അവൻ ഇങ്ങനെ എഴുതി കയറി പോകണം. പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹവും കാര്യപ്പെട്ട കോളേജ് വിട്ടതിന് ശേഷവും ആയിരുന്നു. അവൻ പിന്നെ മദ്രാസിലേക്ക് പോയി. അങ്ങനെ ഞാൻ 2 കൊല്ലം തിരുമല ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് പോയി. ഞാൻ B.Ed പാസ്സായി. ഇടയ്ക്ക് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇറങ്ങി B.Edന് പോയി, B.Ed പാസ്സായി. അങ്ങനെ നിന്നപ്പോഴാണ് തിരുമല സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവർക്ക് തന്നെ ബിച്ചു തിരുമലയും ആ സ്കൂളിൻ്റെ മാനേജരും കൂടി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ കാശൊന്നും കൊടുക്കാതെ അപ്പോയിൻമെൻ്റെല്ലാം കിട്ടി. അപ്പോൾ അവിടെയും പിള്ളേരെല്ലാം കൂടി ഇവൻ അപ്പോൾ പൂജപ്പുര താമസിക്കുകയാണ്. പത്മനാഭൻ എല്ലാവർക്കും അറിയാം, സാഹിത്യകാരനെ കലാകാരനാണ്. ഇപ്പോൾ സ്കൂൾ വാർഷികം ഞാനാണ് നടത്തുന്നത്, ഞാനാണ് എൻ്റെ കൺവീനർ.
കമ്മിറ്റി കൂടിയപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് പത്മരാജനെ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കണം. ഞാൻ വേണ്ടിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിന് അപ്പോൾ അത് പോയി വിളിക്കണം. ആര് പോയി വിളിക്കും? അപ്പോൾ എല്ലാവരും അത് ദിവാർ സാറല്ലേ പോയി വിളിക്കണം. ദിവാർ സാറല്ലേ ചെയർമാന്. ഞാൻ പോയി വിളിക്കില്ല, നിങ്ങൾ പോയി വിളിച്ചാൽ മതി. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ വിളിക്കില്ല, ഞങ്ങൾക്ക് ഒരു പരിചയമില്ല, എല്ലാവരും പറഞ്ഞ സാറിൻ്റെ കൂടെ പഠിച്ചാണെന്ന്. ചുരുക്കത്തിൽ തർക്കം ഒഴിവാക്കാൻ ഞാൻ പൂജപ്പുരവൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞിടെ എൻ്റെ സ്കൂളിൽ ഞാൻ അവിടെ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം, ദിവാര അവിടെ ഉണ്ടെന്ന്. ആ വാർഷികം വന്ന് നീ ഉദ്ഘാടനം ചെയ്യണം എന്നാണ് കുഴപ്പമില്ല. ദിവാര വിളിച്ചത് ഞാൻ വരാതിരിക്കുക എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ അടേ വന്നു. ഭയങ്കര ആഘോഷം. പത്മരാജൻ വന്നു. അന്നൊക്കെ ആർഭാടമായിട്ട് ഒരു ഫാള കഴിച്ചുണ്ടവർ 10-25 ചെറുപ്പക്കാർ പിള്ളേർ എപ്പോഴും നടക്കും എൻ്റെ പുറകെ. അങ്ങനെ ആഡംബരത്തോട് പിള്ളേരെല്ലാം കയ്യടിയും കൂക്കുവിളിയായിട്ടൊക്കെ അവനെ സ്വീകരിച്ച് ഇരുത്തി സമ്മേളനം തുടങ്ങി. സമ്മേളന അധ്യക്ഷൻ ഞാനാണ്. അപ്പോൾ ഇവനെ പ്രസംഗിക്കാൻ സ്വാഗതമെല്ലാം പറഞ്ഞു. പ്രസംഗിക്കാൻ ഉദ്ഘാടനം അവനാണ്. അപ്പോൾ വന്നെന്നാൽ മറ്റെല്ലാവരെയും നോക്കിയപ്പോൾ പിള്ളേരെല്ലാം സൈലൻ്റായി. സാധാരണ പിള്ളേർ കൂക്കളാണ്, ഒന്നും പോയില്ല. അപ്പോൾ പറഞ്ഞ എനിക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. എൻ്റെ സഹപാഠിയാണ് നിങ്ങളുടെ ഇവിടുത്തെ സാറ്, ദിവാര സാറ്. പക്ഷേ ഈ സഹപാഠി എൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്ന രക്തം പുരണ്ട കൈയാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. ഈ പിള്ളേർക്കൊന്നും മനസ്സിലായില്ല. ഇയാളൊരു കാപാലികനാണ്, കൊലയാളിയാണ്. എൻ്റെ ആദ്യത്തെ കൃതിയെ കൊന്ന് കുഴിച്ചു മൂടിയ ഒരു കശ്മലിനാണ് ഇരിക്കുന്നത്. എൻ്റെ സഹപാഠിയാണ്, എൻ്റെ സുഹൃത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളെ. പക്ഷേ ഇയാളെ കയ്യിരിപ്പ് ഇതാണ്, നിങ്ങൾ സൂക്ഷിച്ചോളത്. പിള്ളേർ കയ്യടി ബഹളക്കായി. പക്ഷേ ദിവാരന് ഞാൻ സമ്മതിച്ചിരിക്കട്ടെ, യാതൊരു ദുരഭിമാനമില്ലാതെ എന്നെ വന്ന് വിളിച്ചു. എൻ്റെ കഥ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നുള്ള ആൾ തന്നെ എന്നെ വന്ന് സാഹിത്യകാരനാണ്, വരണം, ഉദ്ഘാടനം ചെയ്യണമെന്ന് വിളിച്ചപ്പോൾ പിന്നെ എനിക്കിതിൽ കൂടുതൽ വലിയ അവാർഡ് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ പരിപാടി അങ്ങ് കഴിഞ്ഞു. പിന്നീട് അവ എല്ലായിടത്തും പറയും ഇതൊരു വലിയ വാർത്തയായിട്ട് അങ്ങ് പോയി. ഞാൻ എൻ്റെ ആത്മകഥയിൽ എഴുതിയതിനെ ഒരുപാട് പത്രക്കാരെടുത്ത് അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വന്നത്. അങ്ങനെയുടെ പത്മരാജനും ഞാനും തമ്മിലുള്ള സമരകാല വിദ്യാർത്ഥി കാലത്തുള്ള ബന്ധങ്ങൾ. പിന്നെ ഞാൻ തൊഴിലാളി നേതാവായി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തേക്ക് പോയി. ഞാൻ 1 വർഷം സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസം പഠിക്കാൻ വേണ്ടി പോയി, തിയറി പഠിക്കാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥയാണ്. അങ്ങനെ പതുക്കെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കാലുവെച്ച് സ്കൂളിൽ ഇതെല്ലാം കളഞ്ഞു. എനിക്ക് ഭയങ്കര ഹരമായി പോളിറ്റിക്സ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയും, ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു മാനസികമായ ഒരു എൻ്റെ പരിസ്ഥിതി അതിനെ പറ്റിയതായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ അതിലേക്ക് അങ്ങ് വീണു. ഞാൻ ഏകദേശം ഒരു 60 കൊല്ലക്കാലം, ഇപ്പോൾ എനിക്ക് 78 വയസ്സായി, 60 കൊല്ലക്കാലം ഞാൻ നിരന്തരം ട്രേഡ് യൂണിയൻ പ്രവർത്തനം സമരമായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞു, ഇലക്ഷൻ വന്നു. ആ ഇലക്ഷനിൽ വലിയ വിജയമൊന്നും ഇടതുപക്ഷത്തിനുണ്ടായില്ല. അതങ്ങനെ ഒരു നാമമാത്രമായ ഒരു ഇലക്ഷനായിരുന്നു. ഈ അടിയന്തരാവസ്ഥയുടെ കരിനിഴലിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷമാണ് ഈ മുന്നണികളൊക്കെ വരുന്നത്. ആ അടിയന്തരാവസ്ഥയിൽ CPIക്ക് 12-13 MLA കിട്ടി. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ്സിന് നല്ല നമ്പർ കിട്ടി, ലീഗിനും കിട്ടി, CPMന് ഞങ്ങളെക്കാൾ സീറ്റ് കിട്ടി. അങ്ങനെയാണ് ഈ 67 EMSനെ വീണ്ടും മുഖ്യമന്ത്രിയായി ഇവിടെ വരെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ മുഖ്യമന്ത്രിയല്ല, മുന്നണിയുടെ മുഖ്യമന്ത്രി. ഞങ്ങളടക്കമുള്ള RSP ഞങ്ങളുമെല്ലാം ഉള്ളൊരു മുന്നണിയുടെ. അന്ന് കർഷക തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞ വില്ലിംഗ്ടൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. വില്ലിംഗ്ടൺ എന്ന മന്ത്രിസഭയിലുണ്ട്, EMSൻ്റെ മന്ത്രിസഭയിലുണ്ട്. അന്ന് TV തോമസും MN ഗോവിന്ദൻ നായരുമുണ്ട്. ഗൗരിയമ്മയും മന്ത്രിസഭയിലുണ്ട്. അങ്ങനെ CPIയും CPMും RSPയുടെ TK ദിവാകരൻ
അങ്ങനെ ഒരു നല്ല മുന്നണിയായിരുന്നു, നല്ല ശക്തമായ മുന്നണിയായിരുന്നു. കോൺഗ്രസ് വലിയ കരുണാകരൻ പ്രതിപക്ഷത്ത് 7 സീറ്റായിരുന്നു കോൺഗ്രസ്. അതാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയും 7 സീറ്റുമായിട്ടാണ് ഞങ്ങളുടെ ലീഡർ നിയമസഭയിൽ വന്നത്. 7 സീറ്റേ ഉണ്ടാകുന്നത്. പക്ഷെ ആ മുന്നണി പൊളിഞ്ഞു പോയത് അത് EMS ആയിട്ടുള്ള ഒരു തർക്കത്തിൽ CPIയുടെ TV തോമസിനും എം ഗോവിന്ദാർക്കെതിരായി നിയമസഭയിൽ അഴിമതി ആരോപണം EMSനെ കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയാണ്. രണ്ടുപേരെ ഒഴിവാക്കണം, ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. അപ്പോൾ ഞങ്ങളത് സ്വീകരിച്ച് ജുഡീഷ്യൽ എൻക്വയറി രണ്ടുപേരെ മാറ്റി ഞങ്ങൾ വേറെ 2 മന്ത്രിമാരെ കൊടുത്തു ആളുകളോട്. പക്ഷേ എന്നിട്ടും അത് നിന്നില്ല. EMS ഇതിനിടയ്ക്ക് ജർമ്മനിയിലേക്ക് പോയി, കിഴക്കൻ ജർമ്മനിയിലേക്ക് ചികിത്സ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഇവിടെ നിയമസഭയുണ്ട്, എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്, മുഖ്യമന്ത്രിയില്ല. അന്നേരം ഞങ്ങൾ CPI മുൻകൈ എടുത്ത് ആലോചിച്ച് കോൺഗ്രസ്സുകാരുമായിട്ട് ലീഗ്, കോൺഗ്രസ്, RSP എല്ലാം കൂടി ബദൽ മുന്നണി ഉണ്ടാക്കി. ഗവർണർക്ക് MLAമാരുടെ പെറ്റീഷൻ കൊടുത്ത് ഞങ്ങളുടെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കണം. അത് EMSന് പറ്റിയൊരു അബദ്ധമാണ്. കാരണം അദ്ദേഹം നിയമസഭ പിരിച്ചു വിട്ടിട്ട് പോയെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പിരിച്ചുവിട ലീഡർ പറഞ്ഞാലേ പിരിച്ചുവിടാക്കൂ. ഗവർണർക്ക് സഭാ ലീഡർ എഴുതി കൊടുത്താൽ പിരിച്ചുവിടും. സഭാ ലീഡർ അനുവാദമില്ലാതെ പിരിച്ചുവിടാൻ അധികാരമില്ല. അപ്പോൾ സഭ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. MLAമാരും ഉണ്ട്, ബദൽ മന്ത്രിസഭയില്ല. അങ്ങനെയാണ് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിച്ച് വില്ലിംഗ്ടൻ്റെ പേരിൽ അന്വേഷണം നടത്തി. എം ഗോവിന്ദനും TV തോമസും അന്വേഷണത്തിന് വിധേയരായി. അതിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ജഡ്ജി അതിനെ തള്ളിക്കളഞ്ഞ കേസിൽ അഴിമതിയെന്നാണ് നടത്തിയെന്നാണ് പറഞ്ഞത്. അത് അന്നത്തെ ഒരു അപക്വമായ രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. ഒരു മുന്നണി പൊളിച്ചത് CPIക്കാരാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മുന്നണിയുടെ ആരംഭദശയിൽ അതിനെ പൊളിച്ചത് ബഹുമാനപ്പെട്ട ആരാധ്യനായ EMSൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ മുന്നണി പൊളിഞ്ഞു പോയത്. അങ്ങനെയാണ് ഒരു ബദൽ മുന്നണി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി വരുന്നത്. അച്യുതമേനോൻ അന്ന് ഇവിടെ ഇല്ല. അച്യുതമേനോൻ ഡൽഹിയിലെ കേന്ദ്ര ഓഫീസിലാണ്, MLA അല്ല. അച്യുതമേനോൻ്റെ പിന്നെ ഞങ്ങളെ പാർട്ടി പറഞ്ഞ് അവിടെ നിന്ന് തീരുമാനിച്ച് ഡാങ്കയെല്ലാം ഉള്ള സമയമാണ്. ഡാങ്കെ പറഞ്ഞ് അച്യുതമേനോൻ കേരളത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നവരെല്ലാം കൂടി പറഞ്ഞ് ഇങ്ങനെ ഏറ്റെടുക്കണമെന്ന്. അപ്പോൾ അച്യുതമേനോൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ MLA അല്ല, ഒന്നുമല്ല, അത് കുഴപ്പമില്ലെന്ന്. അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് കൊട്ടാരക്കര അന്ന് ചന്ദ്രശേഖരൻ നായർ MLA ആണ് രാജിവെക്കാൻ പറഞ്ഞത്. രാജിവെച്ച് അച്യുതമേനോനെ കൊട്ടാരക്കര ഇന്നിപ്പോൾ കൊട്ടാരക്കര കേരളത്തിൻ്റെ വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. അത് ഐഷാബാറ്റി പോയി ആ കൊട്ടാരക്കര അച്യുതമേനോൻ മത്സരിച്ച് ജയിച്ച്. പിന്നെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് 7-8 കൊല്ലം. അതിപ്പോൾ രണ്ടാം ഊഴം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ മാത്രമല്ല, രണ്ടാം ഊഴം അച്യുതമേനോനും വന്നു. ആദ്യത്തെ ഊഴം കഴിഞ്ഞ് 6 മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട് രണ്ടാം ഊഴം. അതാണ് അച്യുതമേനോൻ ഏകദേശം 7.5 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. അതൊരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കഴിഞ്ഞ കാലത്തെ ഒരു സംഭവവികാസങ്ങളാണ്. എങ്ങനെയാണ് ഈ മുന്നണി ഉണ്ടായത്. ചേട്ടൻ ആദ്യം ഇലക്ഷന് മത്സരിക്കുന്നത് 2006-ലാണ്. ഞാൻ 2006-ലാണ്. അത് ഒരു ഇലക്ഷന് ഒരു സീറ്റ് കിട്ടാൻ അത്രയും വൈകിയത് എന്തുകൊണ്ടായിരിക്കും? 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ തിരുവനന്തപുരത്ത് എനിക്ക് പറ്റിയ ഒരു സീറ്റില്ല എന്ന് എൻ്റെ പാർട്ടിക്കാർ തന്നെ തീരുമാനിച്ചു. കുറച്ച് കമ്മ്യൂണലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. എൻ്റെ പ്രശ്നം വന്നപ്പോഴവർ പറഞ്ഞതല്ല, പലരും അത് പരിഗണിച്ചാണ് പല മണ്ഡലങ്ങളിലേക്ക് കാൻഡിഡേറ്റിനെ നിർത്തുന്നത്. അത് വെളിയിൽ പറയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നെടുമങ്ങാടാണ് ഞങ്ങൾക്കുള്ള ഒരു സീറ്റ്. അത് ഒരു നായർ കമ്മ്യൂണിറ്റിയുടെ ഡോമിനേഷനുള്ള മണ്ഡലമാണ്. പിന്നെ ഉള്ളത് ചെറിയകീഴാണ്, അത് റിസർവേഷനാണ്. ഷെഡ്യൂൾ കാസ്റ്റിനെ അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ 2 സീറ്റും എനിക്ക് ട്രിവാൻഡ്രത്ത് സൂട്ടബിളല്ല. അങ്ങനെ അതങ്ങനെ ഒരു ചർച്ച വന്ന് അങ്ങ് പോയപ്പോൾ എനിക്കതിൽ
എൻ്റെ ഉള്ളിലൊരു ചെറിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ ആണ് ആളുടെ വിലയിരുത്തുന്നത്. ഒരു ചെറിയൊരു വെളിയിൽ പറയാൻ കഴിയാത്ത ഒരു നിരാശ എനിക്കുണ്ടായി. പിന്നീട് ഞാൻ പാർട്ടിക്കാരോട് പറഞ്ഞു, ഞാൻ ഇലക്ഷനൊന്നും താല്പര്യമില്ല, ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് ശക്തമായി നിലപാട്. ഞാനങ്ങനെ പൂർണ്ണമായിട്ടും ട്രേഡ് യൂണിയന് AITC കെട്ടിപ്പടുക്കുന്നതിൽ കേരളം മുഴുവൻ ജാഥയായിട്ടും യാത്രയായിട്ടും ട്രെയിനിലും ബസ്സിലും കാറിലും നടന്ന് എല്ലാം കേരളം മുഴുവൻ നടന്ന് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയായിരുന്നു. ഈ 2006 മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്ര സജീവമായിരുന്നു? അതിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇതേപോലെ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള അനുഭവമുണ്ട്. ഒന്ന്, കോൺഗ്രസ് മുന്നണിയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അന്ന് CPI കോൺഗ്രസ്സുകാരുള്ള മുന്നണിയാണ്. അച്യുതൻ്റെ ആ പീരീഡ് അതാണ്. അന്ന് ഞാൻ കിളിമാനൂർ മണ്ഡലത്തിൽ ചുമതലക്കാരനാണ്. അന്ന് അവിടെ മത്സരിച്ച് ചിറയൻകീഴ് പാർലമെൻറ്റിലെ വയലാർ രവിയും നിയമസഭയിൽ ചാത്ത മാസ്റ്ററാണ്. ആ രണ്ടു പേർക്കും വേണ്ടി കിളിമാനൂർ കിടന്ന് താമസിച്ച് സംഘടിപ്പിച്ച മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് ചേർപ്പാടി സംഘടിപ്പിച്ച് ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വരില്ല, ഇലക്ഷൻ കഴിഞ്ഞാലേ വരും, അത്ര ഇതാണ്. ബൈ ഇലക്ഷനെല്ലാം ഞാൻ പോയിട്ടുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകൾ വലിയ ഫൈറ്റാണ്. പുനലൂർ ശ്രീനിവാസൻ ബൈ ഇലക്ഷനിൽ നിന്ന് അയാളെ ജയിപ്പിക്കാൻ വേണ്ടി പോയി. അത് കുളത്തൂർ താമസിച്ചാണ് ഞാൻ. കുളത്തൂപ്പുഴ എസ്റ്റേറ്റുള്ള അതിൻ്റെ ഒരുപാട് അനുഭവം. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒളിവ് ജീവിതം പോലെയാണ്. ഇലക്ഷൻ വർക്ക് കഴിഞ്ഞാൽ രാത്രി ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ട് ആക്കും, അവിടെ നിന്ന് ആഹാരം തരും, അവിടെ കിടക്കാം, കാലത്ത് കുളിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് സ്ക്വാഡിനും അതിനൊക്കെ പോകണം. അങ്ങനെയുള്ളൊരു വർക്കൊന്നും ഇപ്പോഴില്ല, ഇപ്പം ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളുമായി CPMമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ ഞാൻ നെടുമങ്ങാട് മണ്ഡലത്തിൽ തന്നെ 3-4 തെരഞ്ഞെടുപ്പിൽ ഞാൻ ചുമതലക്കാരനായിരുന്നു. KV സുരേന്ദ്രനാഥ്, ഗോവിന്ദപിള്ള, KG കുഞ്ഞുഷ്ള്ള ഇവരെല്ലാം അവിടുത്തെ MLAമാരായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ അവരുടെ ചുമതലയുള്ള പ്രവർത്തകനാണ്. ഞാൻ റോഡിൽ കിടന്ന് അടി കൂടിയിട്ടുണ്ട്. CPMകാർ എന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ CPMൻ്റെ നേതാക്കന്മാർക്കെല്ലാം എന്നെ അറിയാം, പിണറായി വിജയനും പ്രത്യേകം അറിയാം. ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ല. അന്ന് ഞങ്ങൾ 4-5 ആളിലേ ഉള്ളൂ CPIക്കാർ, എന്നാലും വിടൂല ഞങ്ങൾ.